സർപ്പമല്ല, ഞാഞ്ഞൂലാണല്ലോ കുത്തിയത്. മോളെ, അത്തായം മുടങ്ങാൻ ഒരു ഞാഞ്ഞൂല് മതി. ഒക്കെ നിന്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് നീ വെയിറ്റ് ചെയ്ത് നിന്നു. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മനുഷ്യ കുഞ്ഞിനെ നീ ഇല്ലാതാക്കിയിട്ടുണ്ട്. നീ ഉത്തരം പറയുന്നത് ചെയ്യും. അവളുടെ പവിത്രതയെ തന്നെ ഇല്ലാതെയാക്കുന്ന രീതിയിൽ പവിത്രതയെ ചോദ്യം ചെയ്യുകയാണ്. ആ പെൺകുട്ടിക്ക് ഒരു പവിത്രതയുമില്ല, ആ പെൺകുട്ടിക്ക് ഒരു ചാരിത്ര്യവുമില്ല. അങ്ങനെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും വലുത് എന്താണ്? അവളുടെ ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ജസ്ന സലീം സ്മൃതി എന്ന് പറയുന്ന യൂട്യൂബുകാരുടെ ജീവിതം നശിപ്പിച്ചു, അവരുടെ കല്യാണം മുടക്കി. അതുകൊണ്ടൊന്നും അടങ്ങുന്നില്ല. ഇനിയും ഒരുപാട് പേരുടെ കൂടെ ഇവരെ പിടിച്ചിട്ടുണ്ട് എന്നും ഇവരുടെ വ്യാജഗർഭം അലസിപ്പിച്ചതാണ് എന്ന് തന്നെ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജസ്ന സലീം വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. വളരെ മോശകരമായ ഒരു കാര്യം എന്നതിലുപരി ഈ സ്ത്രീക്ക് നമ്മുടെ സ്മൃതിയോട് വൈരാഗ്യം കൂടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് വ്യാജ കൃഷ്ണഭക്ത എന്ന രീതിയിൽ അവരുടെ ഒരു പൊയ് മുഖം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ വേണ്ടി ഈ സ്മൃതി എന്ന് പറയുന്ന യൂട്യൂബുകാരി ഒരുപാട് പണിയെടുത്തു എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവരെ വിമർശിക്കാനുള്ള കാരണം. പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ ജസ്ന സലീമിൻ്റെ ചാനലിൻ്റെ വീഡിയോ താഴെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വരുന്ന കമൻറ്റുകൾ 100% ഹൈന്ദവ സഹോദരങ്ങളുടേതാണ്. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ഫ്രോഡ് പരിപാടികൾക്ക് യാതൊരു പിന്തുണയും അവരുടെ ഭാഗത്തുനിന്ന് ഇല്ല എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, അവരുടെ വീഡിയോ സ്ഥിരമായിട്ട് ചെയ്തു വന്നത് സ്മൃതി എന്ന് പറയുന്ന ഈ ഹിന്ദു സഹോദരി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രയും ഒരു വൈരാഗ്യ ബുദ്ധി ഉണ്ടാവാനും അതുപോലെ തന്നെ അവരുടെ ജീവിതം ഞാൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ജസ്ന സലീം. വീണ്ടും ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നമുക്കതിൻ്റെ ചെറിയൊരു ഭാഗം ആദ്യമായി ഒന്ന് കാണാം. ചേച്ചി പറയുന്നത് എന്താ വെച്ചാൽ, ചേച്ചിയുടെ വീടിനോട് ചാഞ്ഞിട്ട് ഒരു മുള്ളുമുരുക്ക് ഉണ്ടായിരുന്നു. അത് വീടിന് ഭീഷണിയാവുമെങ്കിൽ അത് വെട്ടിക്കളയണ്ടേ, അതിൻ്റെ കുറച്ച് നെട്ടോട്ടത്തിലായിരുന്നു എന്ന് ചേച്ചി ചുമ്മാ പറയാ. കാരണം എന്താണെന്നറിയോ, ചേച്ചിയുടെ വീട്ടിൽ അങ്ങനെ ഒരു മുള്ളുമുരുക്ക് ഉണ്ടായിരുന്നേ ചേച്ചി ഒരിക്കലും കൊയിലാണ്ടി തട്ടോളം വരില്ലായിരുന്നു. അത് ഉറപ്പുള്ള കാര്യമാണ് ചേച്ചി. പിന്നെ ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ചേച്ചി നിരപരാധിയാണ്. അത് കാലം നിന്റെ ഭർത്തൃ വീട്ടുകാർക്ക് ഒരു ദിവസം മനസ്സിലാക്കി കൊടുക്കും. ഭർത്താവിൻ്റെ വീട്ടുകാർക്ക്, നിന്റെ വീട്ടുകാർക്കല്ല. നിന്റെ വീട്ടുകാർക്ക് ആ സത്യങ്ങളൊക്കെ അറിയാം. നീ മുടങ്ങിപ്പോയി എന്ന് പറയുന്ന നിന്റെ ആ വ്യാജ കല്യാണം ഉണ്ടല്ലോ, വ്യാജമുടക്കുണ്ടല്ലോ, അവൻ്റെ വീട്ടുകാർക്കും അവൻ്റെ കുടുംബത്തിലുള്ളവർക്കും ഒരു കാലത്ത് അന്നൊരിക്കൽ ആ കുട്ടി പറഞ്ഞത് സത്യമായിരുന്നു എന്ന് അവരെ നാവുകൊണ്ട് പറയുന്നൊരു കാലം ഉണ്ടാവും. ഇവിടെ വീടിൻ്റെ അടുത്ത് ഒരു മുള്ളുമുരുക്ക് ഇല്ല എന്നും അങ്ങനെ ഉണ്ടെങ്കിൽ കൊയിലാണ്ടി തേടി വരില്ലായിരുന്നു ജസ്ന പറയാണ്. അതുപോലെ തന്നെ ഇനിയുള്ള ഭർത്തൃ വീട്ടുകാരാണ് ഈ കാര്യങ്ങൾ ജസ്ന പറഞ്ഞത് സത്യമാണ് എന്ന് തിരിച്ചറിയുക, അത് കാലം തെളിയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരുപാട് വൃത്തികെട്ട വാക്കുകൾ പറഞ്ഞുകൊണ്ട് പിന്നെയും ലൈവിൽ വന്നുകൊണ്ട് ഈ സ്ത്രീക്കെതിരെ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ തെളിവ് പുറത്തുവിടണമെന്ന് സോഷ്യൽ മീഡിയ ഒരുപാട് ആൾക്കാർ ജസ്ന സലീമിനോട് പറഞ്ഞിരുന്നു. ജസ്ന സലീം ആകെ പുറത്തുവിടുന്ന തെളിവ് എന്നാൽ 32 പല്ലും കാണിച്ചുകൊണ്ടുള്ള ഒരു ചിരിയും വാ തുറന്നാൽ വേണ്ടാത്ത കാര്യങ്ങളും വൃത്തികേടുകളും മാത്രമാണ് ജസ്ന സലീമിൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്നുള്ളത്. അത് മാത്രമാണ് ഒരു തെളിവ്. വേറെ ഒരു തെളിവും ഈ സ്ത്രീയുടെ കയ്യിലില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഉണ്ട് എങ്കിൽ യാതൊരു കാരണവശാലും ഇത് പൊത്തിവെക്കുകയല്ല, അത് പുറത്തേക്ക് വിടുക തന്നെയാണ് വേണ്ടത്. അത് സ്മൃതി എന്ന് പറയുന്ന യൂട്യൂബുകാരി ഈ ജസ്ന സലീമിനെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി കേൾക്കാം. ഞാൻ എന്താ പറയുക, മരണത്തോട് മല്ലിട്ട് ICUവിൻ്റെ അകത്ത് കിടന്ന സമയത്ത് പോലും ഈ സോഷ്യൽ മീഡിയ പറഞ്ഞത് എന്താണെന്നറിയോ, നാടകമാണ്. അപ്പം അത്രത്തോളൊന്നും വരൂലല്ലോ ഇത്. അതെ, എന്നെ സപ്പോർട്ട് ചെയ്യാനും എൻ്റെ കൂടെ എനിക്ക് വേണ്ടി സംസാരിക്കാനും ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ജസ്ന പറയുന്നത് കേട്ടാൽ ആരും ജസ്ന സലീമിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ആരും സപ്പോർട്ട് ചെയ്യില്ല, അത് തന്നെയാണ് നിങ്ങൾക്കുള്ള ഏക മരുന്ന് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, മൈസൂർ കിടന്ന സമയത്ത് പോലും സോഷ്യൽ മീഡിയ പറഞ്ഞത് അഭിനയമാണ് എന്നാണ്. അരുണേട്ടൻ സപ്പോർട്ട് ചെയ്തില്ലേ, സലീമേട്ടൻ സപ്പോർട്ട് ചെയ്തില്ലേ, അതുപോലെ. കാരണം നിങ്ങളുടെ അഭിനയം എന്ന് പറയുന്നത് നിങ്ങൾ 1, 2, 3 പ്രാവശ്യം ഒന്നല്ല കൈമുറിച്ചത്. അതൊക്കെ നിങ്ങൾ അഭിനയമാണ് എന്ന് സോഷ്യൽ മീഡിയ പറയുന്നതിൽ യാതൊരു തെറ്റും ഇല്ല എന്ന് തീർച്ചയായിട്ടും നിങ്ങളെ അറിയുന്നവർക്കെങ്കിലും അറിയാം. നിങ്ങൾ കാണിക്കുന്ന ഫ്രോഡത്തരം കൊണ്ട് കുറച്ച് കാലം നിങ്ങൾ വിചാരിച്ചു തട്ടം മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് മുല്ലാക്കന്മാർ പ്രശ്നത്തിനായിട്ട് ഇറങ്ങിയിട്ട് സോഷ്യൽ മീഡിയയിൽ വമ്പൻ ട്രെൻഡിങ് ആയിട്ട് എനിക്ക് കുറച്ച് വീഡിയോകളും അതുപോലെ തന്നെ കുറച്ച് റീച്ചും ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഇസ്ലാമിനെ കുറ്റം പറഞ്ഞു നോക്കി. അതിനുശേഷം തട്ടം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു നോക്കി. അതിനുശേഷം ഞാൻ മതം മാറുകയാണെന്ന് പറഞ്ഞു നോക്കി. ഇതൊന്നും കേരളക്കരയിൽ വിലപ്പോകുന്നില്ല എന്ന് വന്നപ്പോൾ അവസാനമായി അവരെടുത്ത ഒരു ആയുധമാണ്
ഹിന്ദു സ്ത്രീയായ ഒരു സ്ത്രീയെ തിരഞ്ഞെടുക്കുകയാണ്. കാരണം അപ്പോഴാണ് അത് വൈറലാവുകയുള്ളൂ എന്ന് ഈ സ്ത്രീക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് സ്മൃതിയെ കയറി പിടിക്കാനും ഇപ്പോൾ അതിൽ കയറിക്കൊണ്ട് ഒരു ട്രെൻഡിങ്ങായി മാറാനുമുള്ള ജസ്ന സലീമിൻ്റെ ഒരു ഉഡായിപ്പ് ശ്രമം. ബാക്കി കേൾക്കാം. ആ ഒരു മാസം ആ ഒരു ഡേറ്റിന് അവൾ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഞാൻ പേടിച്ചാൽ പോരെ. അപ്പം ഇവള് അത്രമേൽ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വന്നോലെ. സർപ്പമല്ല, ഞാഞ്ഞൂലാണല്ലോ കുത്തിയത്. മോളെ, അത്തായം മുടങ്ങാൻ ഒരു ഞാഞ്ഞൂല് മതി. അത് നിനക്കറിയില്ല. അത് നീ അറിയും നിൻ്റെ ഭർത്താവ് വീട്ടിൽ നിന്ന്. ഒക്കെ നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് നീ വെയിറ്റ് ചെയ്ത് നിന്നു. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ആ പയ്യനൊരു പാവാണ്. അതിൻ്റെ ലൈഫ് ഇതുപോലൊരു ഫ്രോഡ് പെണ്ണിൻ്റെ കൂടെ ജീവിച്ച് തീർക്കേണ്ടതല്ല. ഇതിനെക്കാട്ടിലുപരി അതിന് മുമ്പായിട്ട് ഇവളുടെ പരിപാടി എന്തായിരുന്നു എന്ന് വെച്ചാൽ, പല പുരുഷന്മാരെയും ഇഷ്ടമാണെന്ന് പറഞ്ഞ് പലരുടെയും കൂടെ കറങ്ങി ഒരിക്കൽ ഇവക്ക് അടി കിട്ടുമെന്നുള്ള അവസ്ഥയായപ്പോഴാണ് പിന്നെ ഇവൾ പുറത്തിറങ്ങാതെ യൂട്യൂബ് ചാനൽ ഇവൻ പരീക്ഷിക്കുന്നുണ്ട്. നേരെ ചൊവ്വ കണ്ണുപോലും കാണാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലരുടെയും ശാപമാണത്. ആ ശാപം മോളെ നിന്നെ വിട്ടു പോകില്ല ഒരിക്കലും. ഒരു മനുഷ്യക്കുഞ്ഞിനെ നീ ഇല്ലാതാക്കിയിട്ടുണ്ട്. നീ ഉത്തരം പറയുക ചെയ്യും. അപ്പോൾ സ്മൃതി പറഞ്ഞിരുന്നു സർപ്പമല്ല കൊത്തിയത് നാഞ്ഞൂലാണെന്ന്. അതിനുള്ള മറുപടി കൂടി പറയുന്നുണ്ട്. നാഞ്ഞൂല് കൊത്തിയാലും അത്തായം മുടങ്ങുന്ന ജസ്ന പറയുന്നത്. ജസ്നാനെ പോലത്തെ ഒരു നാഞ്ഞൂല് കൊത്തിയാൽ അത്തായം മുടങ്ങുമോ എന്ന കാര്യം കുറച്ച് സംശയമാണ്. അത് കാരണം വിവരമുള്ള കേരളത്തിൽ എന്നല്ല ലോകത്തിലുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഭർത്ത് വീട്ടിലേക്ക് എത്തട്ടെ, ഞാൻ കാത്തു വെച്ചിട്ടുണ്ട് ഒരുപാട് തെളിവുകൾ പുറത്തു വിടാൻ, അപ്പം ജീവിതം കുളമാക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. പിന്നെ പാവപ്പെട്ട സ്ത്രീയുടെ കണ്ണ് കാണാത്തത് പോലും ശാപം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ വൃത്തികെട്ട ചില കാര്യങ്ങൾ കൂടി ജസ്ന നീ പറയുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിനക്ക് റീച്ച് ഉണ്ടാക്കാനാണ് നീ പറയുന്നത് എന്ന് വളരെ സത്യസന്ധമാണ്. പിന്നെ യൂട്യൂബർമാരെ കുറ്റം പറയുന്നുണ്ട്. അവർക്ക് കണ്ടന്റിന് വേണ്ടിയാണ് നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നും നീ അവരെ വിളിച്ച് പറഞ്ഞ് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അവർ വീഡിയോ ചെയ്യുന്നത് എന്നിവരെ നീ പറയുകയാണ്. എന്തുകൊണ്ടാണ് നിന്റെയും നിന്റെ അരുണേട്ടൻ്റെയും വീഡിയോ ആരും ചെയ്യാത്തത്? നീ വിളിച്ചു പറഞ്ഞാലും ഇന്ന് കേരളത്തിൽ നല്ലവരായ ഒരു യൂട്യൂബേഴ്സും നിന്റെ വീഡിയോ എടുത്ത് ഒന്ന് ചെയ്യാൻ വേണ്ടി സാധ്യതയില്ല. കാരണം ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് കേരളത്തിൽ ശരാശരി ബുദ്ധിയുള്ള 90% അല്ലെങ്കിൽ 98% മലയാളികൾക്കും അത് സത്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിന്റെ വീഡിയോൻ്റെ താഴെ വരുന്ന ഏകദേശം കമൻറ്റുകൾ 99% നിനക്കെതിരാണ്. അത് തന്നെയാണ് അതിനുള്ള മറുപടി. പിന്നെ ഇതിനെല്ലാം കൂടിയുള്ള ഒരു മറുപടി സ്മൃതി അവരുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. കാരണം അത് കേട്ടാൽ 100% അവർ പറയുന്നുണ്ട് തെളിവുകൾ പുറത്തു വിടട്ടെ. ഞാൻ പോയിട്ടുണ്ട് എങ്കിൽ അവിടുത്തെ CCTV ക്യാമറയെ തീർച്ചയായിട്ടും ദൃശ്യങ്ങൾ പറഞ്ഞിട്ടും അതെല്ലാം പുറത്തുവിടേണ്ട ആള് അവരല്ല. കാരണം ഇത് വെല്ലുവിളിച്ചത് ജസ്ന സലീമാണ്, നീ തന്നെയാണ്. അതുകൂടി കേൾക്കാം. അവളുടെ പവിത്രതയെ തന്നെ ഇല്ലാതെയാക്കുന്ന രീതിയിൽ പവിത്രതയെ ചോദ്യം ചെയ്യാണ്. ആ പെൺകുട്ടിക്ക് ഒരു പവിത്രതയുമില്ല, ആ പെൺകുട്ടിക്ക് ഒരു ചാരിത്ര്യവുമില്ല. അങ്ങനെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും വലുത് എന്താണ്? അവളുടെ ചാരിത്ര്യമാണ്, അവളുടെ പവിത്രതയാണ്. അപ്പം ചാരിത്രത്തിന് തന്നെ വില പറയുന്ന രീതിയിലുള്ള ശക്തമായ ആരോപണം, വൃത്തികെട്ട ആരോപണം ഉന്നയിക്കുമ്പോൾ നമ്മൾക്ക് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ പ്രൂഫ് ഉണ്ടായിരിക്കണം. ഇപ്പോ എന്നെ കുറിച്ച് കുറെ ആരോപണങ്ങൾ ചില വ്യക്തികൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ എന്നെ കുറിച്ച് അങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ എന്നെ അവിടെ വെച്ച് കണ്ടു, ഇവിടെ വെച്ച് കണ്ടു, അങ്ങനെ പിടിച്ചു, ഇങ്ങനെ പിടിച്ചു, പലരുടെയും ഒപ്പം കണ്ടു, ഈ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അപ്പൊ അത്തരം ആരോപണം ഉന്നയിക്കുമ്പോൾ എവിടെ വെച്ച് കണ്ടു? വെറും സ്ഥലപ്പേര് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. എവിടെ വെച്ച്? ആ ഒരു സ്ഥാപനത്തിന്റെ പേര്, ഏത് സ്ഥാപനത്തിൽ വെച്ചിട്ടാണ് കണ്ടത്, ഏത് ദിവസം? ഓക്കെ, നമുക്ക് ചിലപ്പോൾ ദിവസം ഓർമ്മയുണ്ടാവത്തില്ല. ഏത് മാസം, ഏത് വർഷം, ഏത് ദിവസം, ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് സംസാരിച്ചിരിക്കണം, പറഞ്ഞിരിക്കണം. പിന്നെ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ഒരു വ്യക്തി സ്ഥിരമായി പോകുന്ന സ്ഥലമാണ് ആ സ്മൃതി എന്ന് പറയുന്ന സഹോദരി വളരെ വ്യക്തമായിട്ട് ജസ്ന സലീമിനോട് പറയുകയാണ്, ഞാൻ അങ്ങനെ പോയിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ ഏറ്റവും വലുത് എന്ന് പറയുന്നത് അവരുടെ ചാരിത്രമാണ്. അതിനെയാണ് നീ വെല്ലുവിളിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു സ്ത്രീക്കും അത് പൊറുക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അത് നിയമത്തിന്റെ നടപടിയിലേക്ക് തീർച്ചയായിട്ടും അവർ കേസുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതങ്ങനെ പോകട്ടെ. ഇനി അതല്ലെങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിനക്കിതുണ്ടോ ഇല്ല എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ആ സ്ത്രീയുടെ ഒരു മാനത്തിനാണ് നീ വില പറയുന്നത്. അത് അവരുടെ ഒരു ജീവിതം കുത്തിച്ചോറാക്കാൻ വേണ്ടിയിട്ടാണ് നീ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അവരുടെ ഭർത്താവ്
വീട്ടുകാർ തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കും, ഒരു നാൾ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റുമായിട്ടാണ് നീ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നിന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ് സ്മൃതി. തീർച്ചയായിട്ടും നിൻ്റെ കയ്യിലുള്ള തെളിവുകൾ എന്തായാലും നീ ഈ ചിരിയല്ലാതെ വേറെ എന്തെങ്കിലും തെളിവ് നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്തുവിട്ട് ഈ യൂട്യൂബിൻ്റെ മുന്നിൽ ഇത് കാണുന്ന എല്ലാവരുടെ മുമ്പിലും നീ എത്തിക്കേണ്ടത് നിൻ്റെ ബാധ്യത തന്നെയാണ്. അല്ലാത്തിടത്തോളം കാലം 100% എല്ലാവരും സ്മൃതി എന്ന് പറയുന്ന സഹോദരിക്ക് ഒപ്പം തന്നെ ഏകകണ്ഠമായി നിലകൊള്ളുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ശരാശരി കേരളക്കാർ എല്ലാവരും ഈ വീഡിയോവും അതുപോലെ തന്നെ സപ്പോർട്ടുമായി വരുന്നത്. അല്ലാതെ സ്മൃതി വിളിച്ചു പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുകയാണെന്നുള്ള നിൻ്റെ ആരോപണം വെറുതെ ആണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.